ഈ ആന നമ്മളെ ഉപദ്രവിച്ച സംഭവം ഉണ്ടായിട്ടില്ലേ? 4 കൊല്ലം പിന്നെ നമ്മുടെ കൂട്ടുകാരൻ കൊണ്ട് നടക്കുന്ന ഒരു ആന വഴക്കുണ്ടാക്കി പൂട്ടിയിട്ടേക്കുന്ന കണ്ടത്തിലാണ് ആന വഴക്കുണ്ടാക്കി നിൽക്കുന്നത്. ഇതെന്റെ പുറകെ എത്തി. ഞാനാണ് ഈ ചെളി പൂട്ടിയ കണ്ടല്ലേ, ഓടാനും പറ്റില്ല. ഓടുന്തോറും നമ്മൾ താഴുകയല്ലേ, അങ്ങനെ വീണു കഴിഞ്ഞപ്പോഴത്തേനും വന്ന് കൊത്തു തുടങ്ങി. അപ്പൊ നമ്മളെ ബോധം പോയിട്ടില്ലായിരുന്നു. ഈ ആന വരണ്ടോടുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഓടി ഇവൻ പല വഴിക്ക് പോയി കളയില്ലേ? ഞങ്ങൾ 4 പേരും കൂടെ പോവുക. അവിടെ ചെന്ന് പുനലൂർ ഒരു കൂപ്പിലാന പണിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആനക്കാരനെ ഓടിച്ചാൽ ആന കാട് കയറി പോയേക്ക്. ശരി. ആന കാട് കയറി പോയി. കാട് കയറിയാനൊക്കെ പിന്നെ എങ്ങനെ തിരിച്ചു പിടിക്കുക? കൂത്താട്ടോളംകാരൻ തങ്കപ്പൻ ചേട്ടന് മുക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആന ഉണ്ടായിരുന്നു. ഗണേശൻ എന്നായിരുന്നു ആനയുടെ പേര്. ആനയെ നമ്മുടെ ഇവിടെ തൊട്ടടുത്തായ വെളിയന്നൂരുള്ളൊരു ആള് മേടിച്ചു. പിറ്റേ ദിവസം രാവിലെ ആന അഴിച്ചു കഴിഞ്ഞപ്പോൾ ആന ചെറിയൊരു കുറുമ്പ് കാണിച്ചപ്പം പുതിയ മുതലാളിമാർ പഴയ മുതലാളിനെ വിളിച്ച് ഗണേശൻ ഇങ്ങനെ ഒരു കുറുമ്പ് കാണിച്ചു. അപ്പോൾ പുള്ളി ആ ഉള്ളൊരു ആത്മവിശ്വാസത്തിൽ ശകലം പഴവും ബിസ്ക്കറ്റും എല്ലാം മേടിച്ചുകൊണ്ട് ആനയുടെ അടുത്തേക്ക് വന്നതാ. അവിടെ ഇട്ട് പുള്ളിയെ കൊന്നാൻ കുത്തിക്കൊന്നു. ആനപ്പണിയിൽ അമിതമായ വിശ്വാസം ഒരിക്കലും പാടില്ല. ഒരു ദിവസം രാവിലെ നമ്മൾ മരത്തേന്ന് അഴിക്കുന്ന ആന വൈകുന്നേരം മരത്തേൽ ഭദ്രമായിട്ട് കെട്ടിയാൽ അന്നത്തേക്ക് അവൻ ആനക്കാരൻ. 35 വർഷം ആനക്കാരനായി ജീവിച്ചു വരുന്ന ഒരു മനുഷ്യൻ ആനകളോടൊപ്പമുള്ള സഹവാസത്തിൻ്റെ കഥകളാണ് പറഞ്ഞു വരുന്നത്. ശ്രീ മനോജ് അദ്ദേഹത്തിൻ്റെ ആനക്കഥകൾ തുടരുകയാണ്. ഈ പിടികളെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? പിടിയാനകളെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാനെ കുറച്ച് നാൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ പിടിയാനെ തടി വലിക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ? എഴുന്നള്ളപ്പിന് ഉപയോഗിക്കും ആണല്ലേ. നമ്മുടെ ഈ ഭാഗത്തെ സാറേ പിടിയാനകൾക്ക് പരിപാടി, കൊല്ലം ജില്ലയിലൊക്കെ പിടിയാനകൾക്കൊക്കെ ഇഷ്ടംമാതിരി പരിപാടിയുണ്ട്. ആണല്ലേ. പിന്നെ ഇപ്പൊ ആനകൾ കുറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ മിക്കവാറും സ്ഥലത്ത് പിടിയാനകൾ പരിപാടിയായി. ശരി. മിക്കവാറും ഈ മാനേജ് ചെയ്യാൻ എളുപ്പം ആരെയാ? മാനേജ് ചെയ്യാൻ എളുപ്പം മൊത്തത്തില് വഴക്ക് കുറവ്, പിടിയാനകൾക്ക് വഴക്ക് കുറവുണ്ട്. പക്ഷെ വഴക്കുള്ള പിടിയാനകൾ കൊമ്പനാനേക്കാൾ കഷ്ടമാണല്ലേ. മനുഷ്യരുടെ കാര്യം പറഞ്ഞോളെ, മനുഷ്യരുടെ കാര്യം പറഞ്ഞാണേക്കാൾ കൊമ്പനാനകളെക്കാളും കഷ്ട. അപ്പം മൊത്തത്തില് നോക്കിയാൽ പിടിയാനകളൊരു പിന്നെ എണ്ണത്തിലും കുറവാട്ടോ. പിടിയാനകൾ ഇപ്പൊ എണ്ണത്തിലും കുറവാണല്ലോ, കൊമ്പനാനകളാണ് എണ്ണത്തിലുള്ളൂ. പിന്നെ മോഴയാനകള് പിടിയാനകളെക്കാളും എണ്ണത്തിൽ കുറവാണ്. ഈ നാട്ടിൽ വെച്ച് ഈ പിടിയാനകൾ പ്രസവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടോ? നമ്മുടെ നാട്ടില് ഫോറസ്റ്റ് ആണെങ്കിൽ ആരാണെങ്കിലും അതിനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നില്ലല്ലോ. പിന്നെ ഇപ്പൊ ഇവിടെ 1-2 ആനകള് പുറത്തുനിന്ന് കൊണ്ടുവന്ന ആനകൾ നാട്ടിൽ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് നമ്മുടെ കൊല്ലത്ത് ഷാജിയേട്ടന്റെ കയ്യിലിരുന്ന ഒരാന പ്രസവിച്ചു. പിന്നെ നമ്മുടെ പ്ലാത്തോടത്ത് ജോർജ് കുട്ടിച്ചേട്ടൻ്റെ കയ്യിലിരുന്ന് ഒരാന പ്രസവിച്ചു. അങ്ങനെ അടുത്ത കാലത്ത് അങ്ങനെ 2 ആനകളാണ് പ്രസവിച്ചത്. അതില് ഷാജിയേട്ടൻ്റെ കയ്യിലിരുന്ന് പ്രസവിച്ച ആനക്കുട്ടി അത് ചെരിഞ്ഞും പോയി. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാട്ടോ ചെരിഞ്ഞു പോയത്. ആനയിപ്പോൾ ഒരു 10-13 വയസ്സൊക്കെ ആയപ്പോഴത്തേനും ചെരിഞ്ഞു പോയി ആന. നമ്മളിവിടെ അതിനുള്ളൊരു ബ്രീഡിങ് ചെയ്യാനുള്ളൊരു സംവിധാനം ഇല്ല. അതുണ്ടെങ്കിൽ നല്ലതല്ലേ? അതുണ്ടെങ്കിൽ നല്ലതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ അതിന് പറ്റിയ പ്രായത്തിലുള്ള ആനകളില്ല. ഒന്ന്. രണ്ടാമത് ആരും ബ്രീഡിങ് ചെയ്യാൻ ഉടമസ്ഥന്മാരാണെങ്കിലും തയ്യാറാവില്ല. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആനയുടെ ഗർഭകാലം എന്ന് പറഞ്ഞാൽ 18 മാസം മുതൽ 20 മാസം ചെലവ്. അതിന്റെ ചെലവ് ഒന്ന് തന്നെയല്ല. ഇത് പ്രസവിച്ച് കിട്ടുമ്പോൾ ഇത് പിടിയാനോ കൊമ്പനാനോ എന്നാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ 20 മാസം കാലം കഴിഞ്ഞ് ഇതിന്റെ പ്രസവം കഴിഞ്ഞിട്ടും വീണ്ടും ഇതിന്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും അവിടെ പോയി ഏകദേശം ഒരു 2 കൊല്ലം മോളിൽ പോകും. 2 കൊല്ലം മോളിൽ പോകുന്നേ. അപ്പോൾ അത് അവർക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വലിയൊരു ചിലവാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും അവരവരുടെ കൂടുകളിലാണെങ്കിൽ പോലും ഇപ്പോൾ അതിനുള്ളൊരു സംവിധാനം അവരും ചെയ്യുന്നില്ല. ഈ ആനയെ വാങ്ങാൻ പോയിട്ടുണ്ടോ ബീഹാറിലോ മറ്റോ? ഞാൻ പോയിട്ടില്ല. നാട്ടിലോ കച്ചവടം നടത്താൻ? നാട്ടില് ഇപ്പൊ എന്റെ മുതലാളി ഒരു ആന മേടിക്കാൻ പോവുകയാണെങ്കിൽ വാമനോജ് എന്ന് പറയുമ്പോൾ എന്റെ കൂടെ പോകും. അപ്പൊ ഈ ലക്ഷണമൊക്കെ നോക്കുകയും വില ഒക്കെ നോക്കുകയൊക്കെ ചെയ്യില്ലേ? വില ആനയ്ക്ക് മോഹവിലയാണല്ലോ. അല്ലാതെ ഈ ലക്ഷണം നോക്കിയിട്ടല്ലേ വില തീരുമാനിങ്ങളെന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങളുടെ ആന കൊള്ളാവോ ഇല്ലയോ എന്നുള്ളൊരു ഇതാണ്. അതൊക്കെ ഈ ബിസിനസ് മൈൻഡ് ഉള്ള ഒരു ലക്ഷണം നോക്കാറില്ല. അല്ല ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ലക്ഷണം ഉണ്ടെങ്കിലല്ലേ കാശ് കൂടുതൽ കിട്ടുള്ളൂ. അല്ല സാറേ, ഇപ്പം ഒരാന ഇപ്പം എൻ്റെ ഒത്തിരി കാര്യം ഇപ്പം മാനസികമായിട്ട് ഒരു ആന ഒരു പ്രശ്നം ഉണ്ടാക്കി ആ ഉടമസ്ഥര് മാനസികമായിട്ട് തളർന്നു നിൽക്കുക. അത് മുതലാക്കാൻ പോകുന്ന മുതലാളിമാരെ ചവിട്ടി പിടിക്കാം. അപ്പൊ അവരെന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 1 പവന്റെ സ്വർണ്ണത്തിന്റെ വില ഒരു ആനയ്ക്കുണ്ടെങ്കിൽ അവർ 2 ഗ്രാമിന്റെ വില പറയും. അപ്പൊ അവരാണെങ്കിൽ മാനസികമായിട്ടും തകർന്നു നിൽക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ എല്ലാവരും ആ ഒരു മൈൻഡാ സാറേ ഇന്നുള്ളൂ. അല്ലാണ്ടൊന്ന്
ഈ പറയുന്ന ഒരു ഇതില്ല. പിന്നെ ആനകളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു ഇത് കൃത്യമായിട്ട് പറയാം. ചില ആനകളെ എത്ര സാധു ആനകളും ചില സ്ഥലത്ത് ചെന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അതാ ചുറ്റുപാട് അവനെ അങ്ങനെ ചുറ്റുപാട് തന്നെയല്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഒരു ദൈവീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സാർ. ഇപ്പം ആനകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈന്ദവരെ സംബന്ധിച്ച് ആന ഒരു ഗണപതി ഭഗവാനായിട്ടാണ് നമ്മൾ സങ്കല്പിക്കാനായിട്ട് പോകുന്നത്. അപ്പം അവരുടെ ഈ ആനയുടെ നാൾ കൊണ്ടോ ഇല്ലെങ്കിൽ ഇതിനെ വാങ്ങുന്ന ആൾക്കാരുടെ നാട് കൊണ്ടോ ഇല്ലെങ്കിൽ ആ വീടിൻ്റെ ഒരു ഇതുകൊണ്ടോ ഒക്കെ ആയിട്ട് ചില ആനകൾ, എത്ര പ്രശ്നമുള്ള ആനകളും ചിലയിടത്ത് ചെന്നാൽ വളരെ സാധുവായിരിക്കും. അതാണ് ചില സാധു ആനകൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇല്ലാത്ത പ്രശ്നങ്ങളിലേക്കും പോകും. ഇങ്ങനെ ആനയെ കൈമാറുമ്പോൾ ഈ പാപ്പാനും കൂടെ ആ കൂടെ മാറുന്ന സാഹചര്യം വരാറുണ്ടോ? പാപ്പാന്മാരങ്ങനെ വളരെ കുറച്ച്, ആനയുടെ കൂടെ പാപ്പാനെയും കൂടെ കൊടുക്കുന്ന പരിപാടി ഇല്ല. അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. അങ്ങനെയുള്ള കാരണം ഇവിടെ മാറുമ്പോഴത്തേനും അവരൊന്നെങ്കിൽ വേറെ ആനയെ മേടിക്കും. തന്നെയല്ല, ഇപ്പൊ ഞാൻ ഇവിടെ പണിയെടുക്കുന്നത്, എൻ്റെ വീട് ഇവിടെ. ഇപ്പൊ വയനാട്ടിലുള്ള ഒരാളെ ആന മേടിക്കണമെങ്കിൽ ഞാൻ വയനാട്ടിൽ പോയി പണിയെടുക്കാൻ തയ്യാറാവില്ല. ഈ ആനയായിട്ടുള്ള ഈ യാത്രകൾക്കിടയിൽ ഈ ആന ഇടഞ്ഞു എന്നുള്ളതല്ലാതെ വേറെ അപകടങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ? ആനയെ വണ്ടി ഇടിക്കുക, ആന ചെരിയുക, ആന ഈ ആരോഗ്യമില്ലാതാവുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? പറഞ്ഞപ്പോൾ മുല്ലയ്ക്കൽ ബാലകൃഷ്ണ ആന, അത് നമ്മുടെ തൃക്കാക്കര പരിപാടി കഴിഞ്ഞ്, തൃക്കാക്കര എന്ന് പറഞ്ഞാൽ അവിടെ ഓണത്തിനാണ് അവിടുത്തെ പ്രോഗ്രാം, അത്തം 10 ഉത്സവം. അപ്പോൾ ഉത്സവം കഴിഞ്ഞ് എൻ്റെ പാപ്പന്മാർ ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് തുറവൂര് ഭാഗത്ത് നിർത്തി അവർ ഭക്ഷണം കഴിക്കാനായിട്ട് എന്ന സമയത്ത് എന്തെങ്കിലും കണ്ട് ഭയന്നിട്ടാവാം, പേടിച്ചിട്ടാവാം, എന്താണെങ്കിലും ആന വണ്ടിയും കുത്തിപ്പൊളിച്ച് വണ്ടിക്കകത്തുനിന്ന് ലോറിയിൽ നിന്ന് പുറത്തിയാടി. അത് ഇരുട്ടായിരുന്നു. എങ്ങനെയോ ഒക്കെ അത് ഓടി ഇത് അവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്ത് കായലിൻ്റെ ചതിപ്പിച്ചെന്ന് വിട്ടു. രാത്രിയായിരുന്നു. കായലിൻ്റെ ചതിപ്പിച്ചെന്ന് വിട്ടു. അന്നേരം മുതൽ പിറ്റേ ദിവസം രാവിലെ ഇരുട്ടത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. രാവിലെ നേരം വെളുത്തപ്പോഴത്തേനും കണ്ടുപിടിച്ചു. പക്ഷെ അന്നേരം മുതൽ അതിൻ്റെ രക്ഷിക്കാനുള്ള പ്രവർത്തനവും കാര്യങ്ങളും എല്ലാം ഭാഗത്തുനിന്ന് നടന്നു വന്നിട്ട് അതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ടായിട്ട് വന്ന് ഡോക്ടർ ശശീന്ദ്രദേവ് സാറ് എന്നെ വിളിച്ചു. മനോജ് എവിടെയാണെന്ന് ചോദിച്ചാൽ അന്നൊന്ന് വരാവും ഇങ്ങനെയാന്ന്. അങ്ങനെ ഞാൻ അവിടുന്ന് ചെന്നു. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ കണക്കിത് ചതിപ്പിൽ താഴ്ന്നു കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു രക്ഷാപ്രവർത്തനം എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? ചതുപ്പിൽ ആനയെ പൊക്കിയെടുക്കാൻ നമുക്ക് അവിടെ വേറെ ടെക്നോളജി ചെല്ലില്ല സാറേ. ആനയെ തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതുള്ളൂ. ആനയെ എങ്ങനെയെങ്കിലും അതിൻ്റെ നിന്ന് കരകയറ്റി കൊണ്ടുവരിക എന്നുള്ളൂ. അതിൻ്റെ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് രാവിലെ ഞാനൊരു സാറ് വിളിച്ചു പറഞ്ഞ ഒരു 9:30 ആയപ്പോഴത്തേനും ഞാനവിടെ ചെന്നു. നമ്മളവിടെ ചെന്നിട്ട് അപ്പം ആന കിഴക്കോട്ട് ഇങ്ങനെ തിരിഞ്ഞായിരുന്നു ആനയോടെ. അപ്പോൾ കിഴക്കോട്ട് ആന നമ്മളെങ്ങനെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ നമുക്ക് നേടില്ല. കാരണം മുമ്പോട്ട് പോകും തോറും ചതുപ്പ് കൂടി വരും. പിന്നെ അവിടെ കൂടിയിരുന്ന എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റുകാരുണ്ട്, ഫയർഫോഴ്സുകാരുണ്ട്, നാട്ടുകാരുണ്ട്, ആനപ്പാപ്പന്മാരുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഒരു തരത്തിൽ കയറും പടവും എല്ലാം ഇട്ട് ഒന്ന് തിരിച്ചു ആന. തിരിച്ചു കഴിഞ്ഞിട്ട് ഇതിനൊരു ബലം കൊടുക്കാൻ, ലോഡ് കൊടുക്കാൻ പറ്റില്ല. ലോഡ് കൊടുത്താൽ താഴ്ന്നു പോവുക. ഇത് ഇത്രയും വലിയൊരു ജീവി. ഞങ്ങൾ ഈ ചതുപ്പിന്റെ സൈഡിൽ കൂടെ ഉള്ളിടത്തോടെ നിൽക്കുന്നത്. അതും മുറുക്കി നമ്മൾ ചവിട്ടിയാൽ അത് തന്നു പോവും. അങ്ങനെയുള്ളൊരു അങ്ങനെ ഒരുപാട് ഞങ്ങൾ കിടന്ന് ശ്രമിച്ചു. ഈ കയറും പടവും നമ്മൾ ചെയിൻ ബ്ലോക്കൊക്കെ തെങ്ങയിലേക്ക് ലോഡ് കൊടുക്കുമ്പോഴത്തേനും തെങ്ങ് ചായുക. കാരണം അത്രയ്ക്കുള്ള ഒരു ബലവും ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ആന കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആന അവശത ആവുന്നു. അങ്ങനെ വരുമ്പോഴത്തേനും ഡോക്ടർമാർ ട്രിപ്പ് കാര്യങ്ങൾ അത് കൊടുക്കുന്നു. അങ്ങനെ അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് എല്ലാവരും തളർന്നു. എന്താകും ഇത് പോയി എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തി. അപ്പം ഈ ദൈവങ്ങളുടെയൊക്കെ ഒരു അദൃശ്യ കൈകൾ എന്ന് പറയുമല്ലോ എന്ന് പറയണത് ഒന്നെങ്കിൽ മുല്ലക്കലമ്മയുടെ ആവാം, ഇല്ലെങ്കിൽ തുറവൂരപ്പൻ്റെ ആവാം, ഇല്ലെങ്കിൽ പറഞ്ഞ കണക്ക് തൃക്കാക്കരത്തെ അവരുടെ ആവാം. എന്താണെങ്കിലും ഒരു 6 മണി കഴിഞ്ഞു. 6 മണി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഒരു ഇതായി. അപ്പം ലാസ്റ്റ് എന്നുള്ള രീതിക്ക് അവിടെ പിന്നെയും ബലമുള്ളത് ഈ തണ്ടല, ഒരു കഷ്ണം വള്ളിയൊക്കെ എടുത്ത് തണ്ടലയിൽ ഇട്ട് കൊടുത്ത്. തണ്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കായലിൻ്റെ ഒക്കെ തീരത്ത് ഉള്ളൊരു ചെടിയാണ് തണ്ടൽക്കാരെന്ന് പറയുന്നത്. അപ്പം അത് ഈ വെള്ളത്തിൽ അങ്ങനെ അതിനെ ചുറ്റിപ്പിടിച്ചും ഒക്കെ ആയിട്ട് എന്നാളും 2 ഒച്ചയും ബഹളമൊക്കെ എടുത്തപ്പം ദൈവങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അതിനെ ആ ചതിപ്പിന്നത് കുതിച്ച് ഈ മുകളിലേക്ക് കയറി. അത് ഒരു പക്ഷേ ആ ഒരു ദൃശ്യം, കാരണം രാവിലെ ഇത് വീണപ്പം മുതൽ വൈകുന്നേരം വരെ ഇതിങ്ങനെ TV യിലെല്ലാം ഇങ്ങനെ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
എത്ര വലിയ ഹൃദയമുള്ളവന് ഒരു നിമിഷമെങ്കിലും അതൊന്ന് രക്ഷപ്പെട്ടായിരുന്നെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ലോകത്തിൻ്റെ തന്നെ ഒരു പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും ഈ ദൈവങ്ങളൊക്കെ എല്ലാവരും കൂടെ ഒത്തുകൂടി അതിനെ അവിടുന്ന് കരക്കയറ്റി ആ ഒരു ദൗത്യത്തിൽ ഞാനൊരു മുൻപന്തിയിൽ നിൽക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി എനിക്ക് കിട്ടി. അതാണ് എൻ്റെ അകത്തുള്ള ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. ഈ കരക്കേറിയ ആനയ്ക്ക് പിന്നെ ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടായില്ല? ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കരക്കേറി നടന്നുപോയി. പിന്നെ അന്ന് രാത്രി ആയതിൻ്റെ പേരിൽ അവിടുന്ന് നമുക്ക് ഇക്കരയ്ക്ക് കടത്തണമെങ്കിലും ചതുപ്പും കാര്യങ്ങളും ചെറിയൊരു പാലത്തെ കൂടെ ആന വരാനുള്ളത്. അപ്പം അതിൻ്റെ പേരിൽ നമുക്കൊരു ഇതാകൊണ്ട് അവിടുന്ന് ആന കയറി എട്ടിയെടുത്തുനിന്നൊരു 150 മീറ്റർ ഇപ്പുറത്തേക്കുമായിട്ട് ഒരു അല്പം ഉറപ്പുള്ളവിടെ മണ്ണിട്ടേക്കണോടെ ഉണ്ടായിരുന്നു. അവിടെ കൊണ്ട് നന്ന് തളച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ പിന്നെ ഇക്കരയ്ക്ക് കടത്തിക്കൊണ്ട് പോകുന്നത്. ഈ ആനയുടെ ലക്ഷണശാസ്ത്രത്തെക്കുറിച്ചൊക്കെ ധാരണയുണ്ടോ? അങ്ങനെ ഈ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, ഈ ചിലരൊക്കെ ഇങ്ങനെ പറയുമല്ലോ, ആനയ്ക്ക് മസ്തകം ഇങ്ങനെ നിൽക്കണം, തുമ്പിക്കൈ നിലത്ത് എന്നിട്ട് ഇച്ചിരി വളഞ്ഞ് മിച്ചം നിൽക്കണം. അത് ആനകളുടെ ലക്ഷണം നമ്മൾ നോക്കുമ്പോൾ പല വിധത്തിലാണ് സാറേ നോക്കുന്നത്. ചിലപ്പോൾ ഒരിടത്തൊരു കുറവുണ്ടെങ്കിൽ ഒരിടത്ത് അത് കൂടുതൽ കാണും. ആനയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിലത്തഴയണ കയ്യ്, അതെ, തേൻതുള്ളി കണ്ണ്, പാൽത്തുള്ളി നഖം, മാന്തളിർ കണ, അങ്ങനെയൊക്കെ അതിൻ്റെ അകത്ത് വളവൊടിവില്ലാത്ത വാല്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അകത്ത് ലക്ഷണങ്ങൾ പറയുന്നത്. പിന്നെ അണ്ണാക്കി കറുപ്പ് പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് പറയുന്നത്. അപ്പോൾ അതിൽ ചിലയിടത്ത് ചിലപ്പം കുറവ് കാണും, അന്നേരം ചിലയിടത്ത് അത് കൂടുതൽ കാണും. ആകപ്പാടെ നോക്കുമ്പോൾ ഇവന്റെ ഉയരമാണോ ഒരു പ്രധാന ഘടകം? ഇപ്പത്തെ ഇതിൽ ഉയരാൻ നോക്കുന്നത്. ഇപ്പത്തെ കാരണം എഴുന്നള്ളപ്പാണല്ലോ, പൊക്കമുള്ള ആനയ്ക്കാണല്ലോ റേറ്റ് ഉള്ളൂ. അപ്പൊ ഇപ്പത്തെ ഡിമാൻഡ് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഉയരമാണ് നോക്കുന്നത്. പണ്ടങ്ങനെയല്ല. പണ്ടിപ്പോ അതിൻ്റെ അകത്ത് പണ്ടെന്ന് പറഞ്ഞ സാറേ ഇപ്പം ഒരു 30 കൊല്ലം പുറകോട്ട് പോക്കോ ആനകൾ പേരിനും പ്രശസ്തിക്കുമായിരുന്നു. 30 കൊല്ലം പുറകോട്ട് പോയാൽ ആനകൾ പേരിനും പ്രശസ്തിക്കുക. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചാൽ ഞാൻ പറയുന്നത്, അതായത് എൻ്റെയൊക്കെ ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു 50 കൊല്ലമൊക്കെ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ആന പരിപാടിക്ക് വിടുക എന്ന് പറഞ്ഞാൽ മുതലാളിക്ക് അറിയില്ല. അതൊരു പിന്നെ ഒരു പണി ചെയ്യൂ, ശങ്കരൻകുട്ടിയോട് ചോദിക്കൂ. അതാ പാപ്പാൻ്റെ പേരെ ശങ്കരൻകുട്ടി. അപ്പോൾ ശങ്കരൻകുട്ടി പറയാ എന്നാൽ മുതലാളി ഞാൻ കൊണ്ടുപോകോളാം, എന്നാൽ ആയിക്കോളൂ. അതൊരു ഇതായിരുന്നു. അത് കഴിഞ്ഞാൽ അത് കുറച്ച് മാറിക്കഴിഞ്ഞൊരു 30 കൊല്ലത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അടുത്തുള്ള ഇതൊക്കെയായി. ഈ 30 കൊല്ലം അങ്ങ് കഴിഞ്ഞപ്പം മുതൽ ഇത് പിന്നെ ഓട്ടം അങ്ങ് തുടങ്ങി. അപ്പം അതായത് ഈ അന്ന് ഉത്സവത്തേക്കാൾ കൂടുതൽ മറ്റും തടിപ്പണി കൂടുതലുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഉത്സവ സീസൺ അല്ലാത്ത സമയത്തൊക്കെ തടിപ്പണിയായിരുന്നു ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഉത്സവം മാത്രമായിട്ട് മാറി. പക്ഷെ അന്ന് ആ ഉത്സവം മാത്രമായിട്ട് മാറിയപ്പോൾ അതിൻ്റെ അകത്ത് 2 കാര്യമുണ്ട് സാറേ. ഈ അന്നും ഉത്സവം അന്നും ഉണ്ട്. അതെ, ഉണ്ട്. ഉത്സവം അന്നും ഉണ്ട്. ഈ പറയുന്ന ഉത്സവങ്ങളെല്ലാം ഉണ്ട്. തൃശ്ശൂർ പൂരം, ആറാട്ടുപുഴ പൂരം, പെരുവനം പൂരം എല്ലാം അന്നും ഉള്ള പൂര. അതിൻ്റെ അകത്ത് വളരെ കുറച്ച് പൂരങ്ങൾ പോലും കൂടുതലായിട്ട് വന്നു എന്ന് പറയാനില്ല. വളരെ അപൂർവം വല്ലതുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലുള്ളൂ. അന്ന് ഈ പൂരങ്ങളുണ്ട്. പക്ഷെ ആനയെ പങ്കെടുപ്പിക്കുന്ന ഇപ്പോൾ ഇച്ചിരി കൂടിയിട്ടില്ലേ? ഇന്നിപ്പോൾ കേരളത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് ഏറെക്കുറെ 8000 ഉത്സവത്തിന് മുകളിലുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിൽ. ആനയെ വെച്ച് ഉത്സവം നടത്തണമെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്ട്രേഷൻ ചെയ്യണം. അത് 8000-ന്റെ മുകളിലും 9000-ന്റെ താഴെയുണ്ട് 14 ജില്ലകളിൽ. അപ്പം ഒരു 15 വർഷം മുമ്പ് ഇല്ലെങ്കിൽ ഒരു 20 വർഷം മുമ്പ് ഒരു 1500 ആന കേരളത്തിലുണ്ടായിരുന്നു. പറഞ്ഞ മനസ്സിലായി. അതങ്ങ് കുറഞ്ഞു വന്നിട്ട് ഇന്ന് വെറും 400-ലേക്ക് എത്തി. അപ്പം അങ്ങനെയാണ് ആനകൾക്ക് തിരക്ക് കൂടിയത്. അപ്പം ഈ 8000-ന് മുകളിലുള്ള ഉത്സവം ഈ 15 കൊല്ലം മുമ്പ് ഈ 1000 ആന മുകളിൽ വെച്ച് നടത്തിക്കൊണ്ട് ഇപ്പം നമ്മുടെ ഇന്ന് ആന ഡോക്ടർമാരിൽ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് തൃശ്ശൂരുള്ള ഡോക്ടർ ഗിരിദാസ് സാറ്. ഗിരിദാസ് സാറ് കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ കൊടുത്തൊരു സപ്ലിമെന്റിൽ ഞാൻ വായിച്ചതാണ്. ഏറെക്കുറെ ഇപ്പോൾ 8000 ചില്ലാനം പൂരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പുള്ളി കണക്ക് കൂട്ടി ഇപ്പം 35,000-ഓളം ആന പ്രോഗ്രാം നടക്കുന്നുണ്ട്. കാരണം അപ്പോൾ ഈ ഉത്സവങ്ങളെ 8000 ഉള്ളൂ. അപ്പോൾ അതിൽ ഒരാന പങ്കെടുക്കുന്ന ഉത്സവമുണ്ട്, 3 ആന പങ്കെടുക്കുന്ന ഉത്സവമുണ്ട്, 30 ആന പങ്കെടുക്കുന്ന ഉത്സവമുണ്ട്, 10-60 ആന പങ്കെടുക്കുന്ന പട്ടാമ്പി നേർച്ച പോലുള്ള ഉത്സവങ്ങളുമുണ്ട്. അപ്പം അങ്ങനെ അത് ടോട്ടൽ കണക്ക് കൂട്ടുമ്പം ഗിരിദാസ് സാറിൻ്റെ കണക്കും പ്രകാരം 35,000-ഓളം ആന പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഈ 35,000-ഓളം ആന പ്രോഗ്രാം നടത്തുന്നത്
ഈ 500-ൽ താഴെ ആനകളെ വെച്ചോണ്ടാ. അപ്പോൾ ഇതുങ്ങൾക്ക് എന്താ റെസ്റ്റുള്ളത്? അതാണ് കാര്യം. ഇതുങ്ങൾക്ക് എന്താ ഒരു ആരോഗ്യത്തിന് സംരക്ഷണമുള്ളത്? ഇപ്പോൾ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് നമ്മൾ ഈ ആനയുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലായിരുന്നില്ല ചെയ്തെങ്കിൽ ഈ ആനയെ ഇന്നത്തെ പോലെ പണിയെടുപ്പിക്കുക അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ സമ്മതിക്കുമായിരുന്നോ, അല്ലെങ്കിൽ നമ്മൾ അതിനെ അനുകൂലിക്കുമായിരുന്നോ? സാറേ, ഞാൻ അതിൽ ചെയ്യുമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂർവികരായിട്ട് നമുക്കൊരേ കാര്യങ്ങൾ പറഞ്ഞും ചെയ്ത് അതല്ല, ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഈ ആനയെ ഈ മട്ടിൽ ഉത്സവത്തിന് കൊണ്ടുപോകുന്നത് നിർത്തി ഈ പറഞ്ഞ തേരോ മറ്റോ ആക്കണം എന്ന അഭിപ്രായത്തിലേക്ക് വരുമായിരുന്നോ? ഞാൻ ഇപ്പോഴും ആ ഒരു അഭിപ്രായത്തിലേക്കില്ല. തേരും കാര്യങ്ങളും ആക്കണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ആന അത് നേരത്തെ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പൂർവികരായിട്ട് തന്നെ ഈ ഉത്സവവും ചടങ്ങും കാര്യങ്ങളും ഉള്ളതാണ്. പക്ഷേ ഇപ്പൊ സാഹചര്യം മാറി. മുമ്പേ പറഞ്ഞ പോലെ 400 ആനയാണ്. അല്ല, അത് അപ്പം അതിന് ബദൽ ഇപ്പം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ആനകളെ വിൽക്കാനും പാടില്ല, മേടിക്കാനും പാടില്ല. അത് നിയമമാണ്. അതിപ്പോ നിയമമാണ്. ആനകളെ, അതായത് പബ്ലിക്കിനെ ഇപ്പം വിൽക്കാനും പറ്റില്ല, മേടിക്കാനും പറ്റില്ല. കാരണം ആനകളുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ്. അതിൻ്റെ ഉടമസ്ഥൻ വൈൽഡ് ലൈഫ് വാർഡനാണ്. അപ്പം ഈ ഉള്ള ആനകളുടെ, ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ ആനകളുടെ എല്ലാം ഉടമസ്ഥൻ. അപ്പോൾ ഇല്ലീഗലായിട്ട് ആനകൾ വന്നു തുടങ്ങിയപ്പോഴാണ് എല്ലാ സ്റ്റേറ്റിലും ആനകൾക്ക് മൈക്രോ ചിപ്പ് ഘടിപ്പിച്ചത്. ഇപ്പോൾ എല്ലാ ആനയ്ക്കും ഉണ്ടോ? ഇപ്പോൾ അതായത് സ്റ്റേറ്റിലുള്ള ആനകൾക്കൊക്കെ മൈക്രോ ചിപ്പ് ഉണ്ട്. അപ്പം പുതിയൊരു ആന നമുക്ക് ഇല്ലീഗലായിട്ടും കടത്തിക്കൊണ്ട് വരാനും പറ്റില്ല. ഈ മൈക്രോ ചിപ്പ് എവിടെയാണ് പിടിപ്പിക്കുന്നത്? ചെവിയിൽ. അപ്പോൾ ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇന്ന് ഈ വന്യമൃഗങ്ങൾ, കാട്ടാനകളും കർഷകരും ഇല്ലെങ്കിൽ മനുഷ്യരും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്നുണ്ട്. ഈ ഇങ്ങനെ ഇറങ്ങി, കാട്ടിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്ന് അക്രമാസക്തമാകുന്ന ഈ ആനകളെ പിടിച്ചെടുത്തുകൊണ്ട് അതിന് നമ്മുടെ കൂടുകൾ, ഇന്ന് നമുക്ക് ഒരുപാട് കൂടുണ്ട്. കോർനാട് കൂടൊക്കെ നശിച്ചു പോയി. ഇപ്പൊ ശരിക്കും ആനയില്ലേ അവിടെ? ആന അപ്പുറത്തേക്ക് മാറ്റും. പക്ഷെ കൂട്ടിൽ കെട്ടിപ്പഴക്കം ഉണ്ടെങ്കിലേ സാറേ അതിനൊരിതുള്ളൂ. കെട്ടിപ്പഴക്കം ഉണ്ടെങ്കിലുള്ളൂ. അപ്പോൾ കെട്ടിപ്പഴക്കം കാര്യങ്ങൾ അത് നശിച്ചു പോയി. കോന്നിയിലുണ്ട്, മുത്തങ്ങയിലുണ്ട്, അങ്ങനെ പല നമ്മുടെ ക്യാമ്പുകളിലുണ്ട്. അപ്പോൾ ഈ ആനകളെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ തന്നെ അതിനെ പരിശീലിപ്പിച്ച് അതിനെ അവർ വ്യക്തിക്ക് വിൽക്കണ്ട. ഈ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഇപ്പം ഒരേ ജില്ലയിൽ ഇല്ലെങ്കിൽ ഒരു ACFൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അമ്പലങ്ങളിലേക്ക് അതിനൊരു നിശ്ചിത റേറ്റ് വെച്ച് അതിനെ പ്രോഗ്രാമിന് കൊടുക്കാമല്ലോ. ഈ സർക്കാരിൻ്റെ ഒരു സംവിധാനം ആകുമ്പോൾ നമ്മുടെ ഗുരുവായൂരെ ആനത്താവളത്തിലൊക്കെ പോലെ ഉള്ളൊരു സാഹചര്യത്തിലേക്ക് പോവില്ലേ ഇത്? ഈ ആനത്താവളത്തിലൊന്നും ആനകളുടെ കാര്യത്തിൽ അത്ര നല്ല അഭിപ്രായമല്ലല്ലോ പുറത്തു വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആകുമ്പോൾ അതിൻ്റെ അകത്ത് മാറ്റം വരുമല്ലോ സാറേ. അപ്പം ഈ വേറെ നമ്മൾ പുറത്തേക്ക് പോകണ്ടെന്ന്, ഇപ്പം നേരത്തേക്ക് നമ്മുടെ കോടനാട് ആനകളെ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നതാ ആ പരിസരത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് എഴുന്നള്ളപ്പിന് ആന. അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആനകൾക്ക് തന്നെയാണല്ലോ, ഈ ഉള്ള ആനകൾക്ക് കുറച്ച് റെസ്റ്റ് കിട്ടും. ഈ ഉത്സവക്കാർക്കാണെങ്കിലും ഗുരുവായൂർ ദേവസ്വം വെച്ചേക്കുന്ന കണക്ക് ഒരു നിശ്ചിത പൈസ, ഇതിനൊരു എമൗണ്ട് നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്സവക്കാർക്കാണെങ്കിലും കുറച്ചൊരു ആശ്വാസമാകും. അത് ഈ വന്യജീവികളിൽ നിന്ന് ഈ മനുഷ്യരെയും കുറേ രക്ഷിക്കാം. ഈ അക്രമശക്തമായ വന്യജീവികളിൽ നിന്ന് അവരുടെ കൃഷിയും അവർ രക്ഷിക്കാൻ സാധിക്കും. ഗവൺമെൻറ്റിന് അതൊരു വരുമാനമാവുന്നൊരു കാര്യമാണ്. അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു ചിന്തകൾ വന്നാൽ തന്നെയും ഇപ്പം കോടനാട് കൂട് നല്ല സുഖമായിട്ട് ആനകളെ കെട്ടിപ്പഴക്കിയെടുക്കാം. അതിന് പറ്റി അതുപോലെ കോന്നിക്കൂടുണ്ട്, മുത്തങ്ങയുണ്ട്. ഇപ്പം തന്നെയാണെങ്കിലും കോടനാട് 2-3 ആനകളൊക്കെ ഉണ്ട്. അതിനെ പിടിച്ചെടുത്തേക്കുന്ന ആനകളാണ്. അപ്പോൾ പിന്നെ അതിനെ ചിലപ്പോൾ പ്രോഗ്രാമിന് വിടാൻ പറ്റില്ലായിരിക്കും. ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം പിടിച്ചെടുത്തിരിക്കുന്ന ആനകളാണ്. ഈ ആന പിടിക്കുന്ന ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ആന പിടിക്കുന്നത് ഇത്രയും കാലത്തിന് മുമ്പ് ആന വാരിക്കുഴിയിൽ അത് കണ്ടിട്ടുണ്ടോന്ന്? എവിടെ വെച്ച്? കോടനാട്. ഓ ശരി. കോടനാട് ഇപ്പോൾ ഇപ്പം തന്നെയാണെങ്കിൽ ഇപ്പോഴുള്ള സാറേ ഈ JCBയും കാര്യങ്ങളൊക്കെ വന്ന് വഴിവെട്ടി ആനയെ കയറ്റിയൊക്കെ വിടുന്നുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വടത്തനല്ലേ ആനയെ പിടിച്ച് മുറുക്കണം. വടത്തിന് മുറുക്കിയതിന് ശേഷം താപ്പാനകളായിട്ട് എന്നിട്ട് പിന്നെ കുഴിയിടിച്ച് ആനയെ കയറ്റുന്നത്. അന്നേരം ഈ കുഴി വീഴുന്ന പല പ്രായത്തിലുള്ള വീടില്ലേ? പല പ്രായത്തിലുള്ളത് വീഴും. അപ്പോൾ ചെറുപ്പക്കാരൻ തന്നെ വേണോ നിർബന്ധമൊന്നും? അതൊന്നുമില്ല, പല പ്രായത്തിലുള്ളത് വീഴും. പക്ഷെ അന്നൊക്കെ ഉള്ളില്ലാത്ത കൊള്ളാവുന്നങ്ങളെ പിടിച്ചെടുക്കും, ബാക്കിയുള്ളതിനൊക്കെ തിരിച്ചു കയറ്റി വിടും അല്ലേ? കയറ്റി വിടും. ഞങ്ങൾ കയറി പോകില്ല. അപ്പോൾ അതിന് നമ്മൾ വടവോ കാര്യങ്ങളോ ഇട്ട് മുറുക്കില്ല. നല്ല ആനകൾക്ക് കഴുത്ത് വടവും കാര്യങ്ങളും ഇട്ട്. അന്ന് ഈ താപ്പാനയുടെ കൂടെ പോയതാണോ അതോ അവിടെ ഉണ്ടായിരുന്നാണോ? അല്ല, ഞാൻ കാണാനൊക്കെ ആയിട്ട്. ഈ പണ്ട് മുതൽ പറയുന്നൊരു 2-3 പഴഞ്ചൊല്ലുകൾ ആനയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ആന ചത്താലും 12,000, ജീവിച്ചാലും 12,000 എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ തന്നെ പറയുന്നൊരു ചൊല്ലാണ് ആനച്ചോറ് കൊലച്ചോറ്. അത് തെറ്റാ. അത് ഇന്നുള്ളവർക്ക് അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാ. വിവരക്കേടാണല്ലേ? വിവരക്കേടാ. അത്
ആനച്ചോറ് കൊലച്ചോറ് എന്നല്ല പറയുന്നത്, ആനച്ചോറ് കുലം എന്നാ പറയുന്നത്. കുലച്ചോറാണ്. അതായത് പാരമ്പര്യം. അത് ശരിക്കും പറഞ്ഞാൽ ആനകളെ സംരക്ഷിക്കുന്ന, ആനയെ നോക്കുന്ന പാപ്പാന്മാരെന്ന് പറയുന്നത് അതൊരു കുലത്തൊഴിൽ തന്നെയാണ്. കുലത്തൊഴില സാറ്. അത് ഏത് വംശത്തിൽപ്പെട്ടവരങ്ങനെ ചെയ്യുന്നത്? അത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗുരുനാഥന്മാരൊക്കെ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ഇത് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ശരി പറഞ്ഞ പണ്ടാരന്മാർക്കാ ആണല്ലേ, വേണേൽ നായർക്കും ആകാം. അതാണ് എൻ്റെ അകത്തുള്ളൊരു ശാസ്ത്രപരം. ശരിക്കും ആനപ്പണി പറഞ്ഞിരിക്കുന്നത് പണ്ടാരൻ. അതായത് ഗുരു പറഞ്ഞേക്കുന്നത് ഈ ആനകളെ പിടിച്ചു കെട്ടിക്കഴിഞ്ഞ് പലരെയും വിളിച്ചിട്ട് ആനപ്പുറത്ത് എങ്ങനെ കയറും എന്നതിനെ കുറിച്ചൊരു പരീക്ഷണം രാജാവ് ചോദിച്ചു എന്നാ പറയും. അപ്പം പലരും പല അഭിപ്രായവും പറഞ്ഞു. കയറെ തൂങ്ങി വന്ന് കയറാം, ഗോണി വെച്ച് കയറാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും കയ്യാലയുടെ താഴെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എടുത്ത് ചാടി കയറാം, അങ്ങനെയൊക്കെയുള്ള പല അഭിപ്രായവും പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പണ്ടാരനോടും ചോദിച്ചു എന്ന് പറയുന്നത് എങ്ങനെ കയറുന്നത്. അപ്പൊ പണ്ടാരന് ഈ പപ്പടത്തിന് ഈ പോളിങ്ങനെ ഉരുട്ടിയിട്ട് അത് ഇടിച്ച് പരത്തിയിട്ടാണല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞു ഇതിനെ ഇടിച്ച് ഇരുത്തിയിട്ട് കയറാന്ന്. എന്നിട്ട് നായരോട് ചോദിച്ചു എന്ന് പറഞ്ഞു, അതങ്ങനെ ആകാം എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുപേർക്കും അപ്പൊ അതിന്റെ ശരിയായിട്ട് പറയുന്നത് പണ്ടാരനും വേണേൽ നായർക്കും. അങ്ങനെയാണ് ഇത് ഇങ്ങനെ പറഞ്ഞു കേട്ടേക്കുന്നത്. അപ്പൊ എത്രത്തോളം സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് പറയാൻ ഞാനല്ല, പക്ഷെ അതിന്റെ ഒരു കഥയായിട്ട് ഇങ്ങനെ ഗുരുനാഥന്മാരൊക്കെ പറഞ്ഞു കേട്ടേക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഈ പാരമ്പര്യമായിട്ട് ആനക്കാരാണ്. ഈ പാരമ്പര്യം അടുത്ത തലമുറയിലേക്ക് പോവോ? മക്കളെങ്ങനെയാ? എനിക്ക് 2 മോളാ. അപ്പോൾ പെൺപിള്ളേരും ആനക്കാരായവരുണ്ട് അല്ലേ? പാപ്പാന്മാരായ പെൺപിള്ളേരൊന്നും പാപ്പാന്മാരായിട്ടില്ല. ഇല്ലേ? ഒരു പെൺകൊച്ചിന്റെ കഥയൊക്കെ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ, ആനയെ നയിക്കുകയും ആനയെ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ചുമ്മാ യൂട്യൂബിൽ ഇതുണ്ടാക്കാൻ വേണ്ടി പറയണമെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യം അവിടെ നിന്ന് പോകുമോ? ഇപ്പോൾ പാരമ്പര്യം എൻ്റെ അമ്മാവൻ്റെ മകൻ ഇടയ്ക്ക് ആനപ്പണിക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ അവർ പാരമ്പര്യം അങ്ങനെ അങ്ങ് പോകുന്നു പോട്ടാ. ഈ പെൺപിള്ളേരെ കൊണ്ടൊക്കെ നമ്മളൊരു ആനയെ വെറുതെ കൊമ്പേ പിടിച്ചില്ലെങ്കിൽ ഒരു പോസ് കാണിക്കുക, ആനപ്പണി ഫോട്ടോ എടുക്കല്ലോ. ആനപ്പണി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതുള്ളതല്ലേ. അപ്പൊ അതൊക്കെ വെറുതെ ഉള്ളൊരിന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാൻ കൊണ്ടു നടന്ന ചന്ദ്രു ആന എൻ്റെ ഭാര്യ വീട്ടിൽ വരുമ്പോൾ ചോറ് കൊടുക്കുമായിരുന്നു. എന്ന് വെച്ചാൽ അവൾ ആനക്കാരിയാണോ? അപ്പൊ ആ ചോറ് കൊടുക്കണ കണ്ടേ ചെയ്തുകൊണ്ട് ആനപ്പാപ്പാനെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുള്ളൊരു ഇതല്ലല്ലോ. അതുപോലെ ഇസ്മായിലിക്കയുടെ ഭാര്യ അശോകനാനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചോറ് കൊടുക്കുമായിരുന്നു, അതിനെ കൊണ്ടുപോയി കെട്ടുമായിരുന്നു, അഴിച്ചുകൊണ്ട് വരുമായിരുന്നു, ഒക്കെ ചെയ്യുമായിരുന്നു ഇസ്മായിലിക്കയുടെ ഭാര്യ. അപ്പൊ നമുക്കൊരു ആന മേടിക്കണ്ടേ? എനിക്കാ വേണ്ട സാറേ. കാരണം അല്ല, വേറെ ഒന്നുമല്ല, ഇന്നത് നടക്കില്ല. നമ്മളെ പോലെയുള്ള ഒരുമാതിരിപ്പെട്ട ഒരു വിചാരിച്ച നമ്മള് സാറ് നോക്കിയാൽ നടക്കുമായിരിക്കും. നമുക്ക് രണ്ടുപേർക്കും കൂടെ എനിക്ക് ടെക്നോളജി അറിയത്തില്ലല്ലോ. ടെക്നോളജി സാറ് ആന മേടിച്ചാൽ ഞാനത് നോക്കിയാൽ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ നമുക്ക് ഒന്നിച്ചൊന്ന് ആലോചിച്ചാലോ? അല്ല, അത് തന്നെ വെച്ചാൽ ഞാനുള്ളൊരു ഇതല്ല സാറ്. പഴയതുപോലെ സാറ് പറഞ്ഞ കണക്ക് നിന്നാലും 12,000 ചെരിഞ്ഞാലും 12,000 അല്ല ഇന്നൊരു ആനയുടെ വില. അല്ല, 12,000 എന്നുള്ളത് കൂടി ഇന്ന് കോടിയിലേക്ക് പോയി. അപ്പൊ നമുക്ക് ഒരുമാതിരിപ്പെട്ടവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന. മനോജ്, ഞാനിത് അങ്ങനെ ഒരു നീക്കം നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ ഇപ്പോഴത്തെ രീതിക്ക് സാറിനെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറല്ല. ഈ പണിയൊക്കെ ചെയ്തങ്ങ് പോകുന്നതാണ് ബുദ്ധിയല്ലേ? കാരണം ഒന്ന് ഒരു ടെൻഷൻ തരുന്നൊരു കാര്യം. ആ ടെൻഷനൊക്കെ പാപ്പാൻ എടുത്തോളിയല്ലേ? അല്ല, പാപ്പാൻ കൊണ്ട് മാത്രം സാധിക്കില്ല സാറേ. പാപ്പാനൊരു പരിധി വരെ ഉള്ളൂ, മുതലാളിക്ക് അതിനേക്കാളും വലിയ. ഈ ജയറാമും ഗണേഷ് കുമാറും ഒക്കെ എങ്ങനെയാണ്? ഈ ഗണേഷ് കുമാർ സാറിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സാറ് മിനിസ്റ്റർ ആവണം, അതിൻ്റെ സാറിന് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ആൾക്കാരും മാനേജർമാരും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. ജയറാം സാറിന് ഇപ്പൊ ആന ഇല്ലല്ലോ. പുള്ളിയുടെ ആനയൊക്കെ കൊടുത്തു, അത് ചെരിഞ്ഞും പോയി, വേറെ ആനകളില്ല. നന്നായാൽ കുഴപ്പമില്ല, ഒരു അല്പം മോശമായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്കല്ല സാറേ. ഈ ടെൻഷൻ ഒരു ഭയങ്കര. ഇപ്പം ആന നടനം കൊണ്ട് വളർത്തുന്ന പല മുതലാളിമാരും ചില കാര്യങ്ങൾ വരുമ്പോൾ അവർ മാനസികമായിട്ട് അസ്വസ്ഥരാണ്. പിന്നെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടും കാര്യങ്ങളും കൊണ്ടൊക്കെ അതുങ്ങളങ്ങ് വളർത്തി പോകുന്നു എന്നുള്ളേ ഉള്ളൂ. മനോജൊട്ടും നമ്മളെ പിന്തുണയ്ക്കുന്നില്ല. ഞാൻ സാറിനോട് ആന മേടിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. സാറിന് ഇഷ്ടമാണെങ്കിൽ ആന മേടിച്ചാൽ മനോജ് പറഞ്ഞിട്ടല്ലേ ഞാൻ മേടിച്ചതെന്ന് നാളെ എന്നോട് ചോദിക്കരുത്. സാറിന് ഇഷ്ടമാണെങ്കിൽ മേടിച്ചാൽ ഞാൻ എൻ്റെ കൂടാനാവോ എന്തുവേണം ചെയ്യാം. മനോജ് കൂടേണ്ട ഒരു ധൈര്യമാണ്. അല്ല, അത് നമുക്ക് എന്തുവേണല്ലോ. അല്ലാണ്ട് അന്ന് മനോജല്ലേ എന്നോട് ആന മേടിക്കാൻ പറഞ്ഞു, അതുകൊണ്ടല്ല ഞാൻ ആന മേടിച്ചതെന്ന് നാളെ എന്നോട് ചോദിക്കരുത്. അപ്പോൾ ഏതായാലും മനോജിന് ഇനിയും ഒരു ഭാര്യയുടെ വിശ്രമ ജീവിതം കഴിഞ്ഞാൽ ഉടനെ ഈ രംഗത്തേക്ക് ഇറങ്ങാൻ തന്നെയല്ലേ തീരുമാനം? അതെ. അപ്പോൾ തുടർന്ന് നല്ല മിടുമിടുക്കന്മാരായ ആനകളുണ്ടാവട്ടെ. അവിടെ ഒരു അപകടവും ഇല്ലാതെ സന്തോഷത്തോടെ
ആന ജീവിതം മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം.